സരിതയുടെ വിവാദ കത്ത് പുറത്തുവിട്ടതിന് രണ്ട് മാധ്യമപ്രവർത്തകർക്കെതിരെ മാനനഷ്ട കേസ് നൽകിയ മുഖ്യമന്ത്രിക്ക് കൈരളിയുടെ മറുപടി. കേസ് കണ്ണിൽ പൊടിയിടാനാണെന്ന് കൈരളി TV. ഇത് തരം താണ തട്ടിപ്പാണ്. കേസ് നൽകിയത് വാർത്തയുമായി ബന്ധമില്ലാത്തവർക്കെതിരെയാണെന്നും കൈരളി TV വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. ഇന്ന് ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, മുതിർന്ന മാധ്യമപ്രവർത്തകർ J. അജിത് കുമാർ, A. സജീവൻ, ഒപ്പം ഡീൻ കുര്യാക്കോസും MP രാജേഷും ഈ ചർച്ചയിൽ ചേരും. ശ്രീ ഡീൻ കുര്യാക്കോസ്, സരിത എസ് നായരുടെ വിവാദ കത്തുമായി ബന്ധപ്പെട്ട് സരിതയുടെയും മറ്റ് 4 മാധ്യമപ്രവർത്തകരുടെയും പേരിൽ ആണ് മാനനഷ്ട കേസ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. കൈരളിയുടെ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന ആളുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്നത് എവിടെ നിന്ന് കിട്ടിയ പേരാണ്, ഏത് ഗൂഢാലോചന റിപ്പോർട്ടിൻ്റെ പുറത്താണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇന്ന് കൈരളി അതിന് മറുപടിയും നൽകിയിട്ടുണ്ട്. ഒരു ചാനലിൻ്റെ പേരിൽ അപകീർത്തിക്ക് എതിരായി കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ വാർത്തയുടെ ഉത്തരവാദിത്തം എടുക്കേണ്ട ചീഫ് എഡിറ്ററുടെ പേരിലും ആ വാർത്ത തയ്യാറാക്കിയ റിപ്പോർട്ടറുടെയും പേരിലാണ് അടിസ്ഥാനപരമായി കേസ് നൽകേണ്ടത്. ഇതൊന്നുമില്ലാതെ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു മാനനഷ്ട കേസ് മുഖ്യമന്ത്രി നൽകിയത്? അതായത് ഈ വിഷയത്തിൽ വളരെ കൃത്യമാണ്. അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ ആ കാര്യത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രതിപക്ഷത്തിന്റെ ഒത്താശയോടുകൂടി ചില മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പങ്കുചേർന്നുകൊണ്ട് നടത്തുന്ന തേജോവധമാണ്. ഇത് കുറെ നാളുകളായി തുടങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കടമെടുത്താൽ യാതൊരു തരത്തിലുമുള്ള വിശ്വാസ്യതയുമില്ലാത്ത ഒരു സ്ത്രീ, ആ സ്ത്രീയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ, തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെ എന്തും പറയാം എന്ന തരത്തിലേക്ക് അധവദിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ ആണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അത് കൈരളി ചാനലുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ നിലയിൽ നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ആ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാവുക ആയിരിക്കണം എന്ന് ഡീൻ കുര്യാക്കോസ് പറയുമ്പോൾ, ശ്രീ ഡീൻ കുര്യാക്കോസ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടി കേസ് ഫയൽ ചെയ്ത വക്കീൽ ശ്രീകുമാർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ ബന്ധപ്പെട്ട് 2 പേരുകൾ, അവിടുത്തെ മുഖ്യമായി വാർത്തകളുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു. അതല്ലാതെ ഗൂഢാലോചനയിൽ പങ്കുള്ള ആരെങ്കിലും ആണ് എന്ന് മുഖ്യമന്ത്രി ഈ ഹർജിയിൽ തന്നെ പറയുന്നത് പോലെ ഒരു റിപ്പോർട്ടിൽ കണ്ട പേരുകളുടെ പേരിലല്ല കേസ് നൽകിയിരിക്കുന്നത്. പിന്നീട് കേസ് കൊടുക്കാൻ വേണ്ടി 2 പേരുകൾ കണ്ടെത്തുന്നു. അത് തന്നെ സ്ഥാപനങ്ങളുമായി നേരിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട, ചാനലിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളുകളല്ല കൈരളിയെ സംബന്ധിച്ചിടത്തോളം. ഞാനൊരു കാര്യം പറയട്ടെ. ഒരു വിശ്വാസ്യതയുമല്ലാത്ത ഒരു സ്ത്രീക്ക് വേണ്ടി വാദിക്കുന്ന ചാനലാണ് കൈരളി ചാനൽ. അതുപോലെ തന്നെ മറ്റ് ചാനലുകളും. ഇവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുക. അതല്ലാതെ ഇത്തരത്തിലുള്ള ഒരു മാധ്യമ ചർച്ചയിലൂടെ വ്യക്തിപരമായി എനിക്ക് ആ കാര്യങ്ങളിൽ മറുപടി. തീർച്ചയായിട്ടും വ്യക്തിപരമായി ഡീൻ കുര്യാക്കോസ് താങ്കളെ ബുദ്ധിമുട്ടിക്കാനല്ല എന്റെ ശ്രമം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എനിക്കൊന്നേ പറയാനുള്ളൂ. ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വം വളരെയധികം അപഹാസ്യരായിരിക്കുകയാണ്. കാരണം മാധ്യമ രംഗത്ത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാധ്യമ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ്. ഇവിടെ ചില മാധ്യമ സ്ഥാപനങ്ങളുടെ മേധാവികൾ ഇന്നിപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ്. തീർച്ചയായും ഒരുപക്ഷെ ഈ കൈരളി ചാനലും ഏഷ്യാനെറ്റ് ചാനലിന്റെയും ആളുകൾക്കെതിരെ കേസ് കൊടുക്കേണ്ടി വന്നിരിക്കുന്ന ഈ അവസ്ഥ ഇന്നിപ്പോൾ നിങ്ങളുടെ അഴീക്കോട് സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുമായിരുന്നു. ഡീൻ കുര്യാക്കോസ്, ഇതിനെയാണ് പുകമറ എന്ന് പറയുന്നത്. അതായത് നേരിട്ട് ഈ പറയുന്ന മാനനഷ്ട കേസിൽ ഈ ഇപ്പോൾ പേരിൽ പറഞ്ഞിരിക്കുന്ന, കേസിൽ പറഞ്ഞിരിക്കുന്ന, ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന പേരുകളുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ ഇല്ല. ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ സംഭവവികാസങ്ങളെയും കൂട്ടിയിണക്കി ഇവിടെ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്നുള്ള കൈരളിയുടെ ഇന്നത്തെ നിലപാട്, ഇന്ന് കൈരളി പറഞ്ഞ ആ ഒരു നിലപാടിനോട് യോജിക്കുന്നതാണല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. അല്ല, തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ ശ്രമിച്ചത് ആരാണ്? ഈ വൃത്തികെട്ട വിഷയം വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആരാണ് ശ്രമിച്ചത്? കൈരളി ചാനൽ, ഏഷ്യാനെറ്റും. അല്ലാതെ വേറെ ആരാ ശ്രമിച്ചത്? ഇവിടെ
അപ്പൊ അതുകൊണ്ട് അല്ല, ഈ വിവാദ കത്ത് എന്ന് പറയുന്നത് കൈരളി ചാനലോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ ചേർന്ന് അതിൽ ഇപ്പോ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന പേരിൽപ്പെട്ട ആളുകളോ ചേർന്ന് ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയതാണെന്നാണോ ഇപ്പോഴും ഡീൻ കുര്യാക്കോസ് പറയുന്നത്? തീർച്ചയായും അതിന് ഗൂഢാലോചന നടത്തിയ ആളുകളൊക്കെ നിങ്ങളുടെ സ്ഥാനാർത്ഥികളാണ്. CPM നിങ്ങളുടേതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൈരളി ചാനലിൽ ഉൾപ്പെടെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ടാണ്, അല്ലാതെ താങ്കളെ വ്യക്തിപരമായി ഉദ്ദേശിച്ചതല്ല. ഇവിടെ KB ഗണേഷ് കുമാർ സ്ഥാനാർത്ഥിയാണ്, നികേഷ് കുമാർ സ്ഥാനാർത്ഥിയാണ്. ശ്രീ ഡീൻ കുര്യാക്കോസ്, അതൊക്കെ എത്രയോ കാര്യങ്ങൾ അപ്പുറവും ഇപ്പുറവും ചൂണ്ടിക്കാട്ടാനുണ്ട്. സ്ഥാനാർത്ഥികൾ പല പേരിൽ പലയിടത്തുള്ള ആളുകൾ ഉണ്ടാകും. അതും ഈ മാനനഷ്ട കേസ് സരിത കൊടുത്ത ഈ സരിത പുറത്തുവിട്ട ഈ കത്തുമായി ബന്ധപ്പെട്ട് ആ കത്ത് തയ്യാറാക്കിയത്, ആ കത്ത് മുഖ്യമന്ത്രിയുമായി സരിതയ്ക്ക് അവിഹിതമായ ബന്ധമുണ്ട് എന്ന തരത്തിൽ അതിനകത്ത് വരികൾ എഴുതി ചേർത്തത് ഒക്കെ ഈ മാധ്യമ പ്രവർത്തകർ ചേർന്നാണ് ഗൂഢാലോചന നടത്തിയ എന്നാണ് ഹർജിയിൽ പറയുന്നത്. അതിനെന്ത് തെളിവ്? എന്ന് പറയാൻ എനിക്കാവില്ലല്ലോ. ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് ഈ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമ സ്ഥാപനങ്ങൾ പങ്കുചേർന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അത് പ്രസിദ്ധീകരിക്കുകയാണ്. യാതൊരു വിശ്വാസ്യതയുമില്ലാത്ത ചില കെട്ടിച്ചമയ്ക്കപ്പെട്ട ആരോപണങ്ങൾ അത് പ്രസിദ്ധീകരിക്കുന്ന സ്ഥലത്ത് മാധ്യമങ്ങൾക്ക് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. ഇപ്പൊ പറഞ്ഞ ആ കാര്യം വളരെ പ്രസക്തമാണ്. അതായത് മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിക്ക് അപകീർത്തിപരമായിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനുള്ള അവകാശവും അതിനുള്ള എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ മാനനഷ്ട കേസ് കൊടുത്തതിന് കൈരളി ഈ ചാനലിനെ പ്രതിയാക്കിയിട്ടില്ല. അതിനകത്ത് പ്രവർത്തിക്കുന്ന ഈ കേസുമായി ഈ വാർത്തയുമായി യാതൊരു ബന്ധവുമില്ലാത്ത അന്നേ ദിവസം ഡ്യൂട്ടിക്ക് പോലും ഉണ്ടായിരുന്ന ആളുകളല്ലാത്തവരുടെ പേരിൽ ആണ് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. അത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ചോദ്യം. അതിനെ സംബന്ധിച്ച് കൈരളി എന്ന മാധ്യമ സ്ഥാപനത്തിന് ആക്ഷേപമുണ്ട് എങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാവുന്നതും അതിൻ്റെതായ നിലയിൽ നീതിന്യായ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകാവുന്നതുമാണ്. ശരി, ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചിട്ട്, ഇപ്പോൾ കൈരളി ചാനലിന്റെ ചീഫ് എഡിറ്റർ ശ്രീ ജോൺ ബിട്ടാസ് കൂടി ചർച്ചയിൽ ചേരുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഈ പറയുന്ന സരിതയുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ്, അദ്ദേഹം ഭരിക്കുന്ന സംസ്ഥാനമാണിത്, ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാത്തത്? അതിനുള്ള അധികാരമുണ്ടല്ലോ മുഖ്യമന്ത്രിക്ക്. ഇത്രയും മാധ്യമങ്ങളുമായി ഗൂഢാലോചന ചെയ്യുന്ന സരിതയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് ചാർജ് ചെയ്തില്ല? അല്ല, സരിതയുടെ പേരിൽ എത്ര കേസുണ്ട് സുഹൃത്തെ? സരിത നായരെ ആരാണ് ജയിലിൽ അയച്ചത്? ഈ ഒരു തട്ടിപ്പുകാരി സ്ത്രീയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് അവരെ ജയിലിൽ വിട്ട സർക്കാരല്ലേ ഇത്? ശരി, ഈ ഗൂഢാലോചന അതുകൊണ്ട് ഒരു വിശ്വാസ്യതയില്ലാത്ത സ്ത്രീയുടെ വില എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ വളരെ കുറവാണ്. ഞങ്ങൾ ഇതിനെ വില കൽപ്പിക്കുന്നില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഡീൻ കുര്യാക്കോസ് ഈ നിലപാടാണ് എടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ ഡീൻ കുര്യാക്കോസ്. ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ പറയാൻ പറ്റേണ്ടത് അദ്ദേഹത്തെ പോലുള്ളവർക്കാണ്. അദ്ദേഹത്തിന് പോലും ഈ രീതിയിലാണ് പറയാൻ സാധിക്കുന്നത്. കൈരളി എന്ത് നിലപാടാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ എടുത്തിട്ടുള്ളത്? ഈ ഡീൻ കുര്യാക്കോസിന്റെ വാക്കുകൾ കൂടി കേൾക്കുമ്പോൾ അത് ശരിവെക്കാൻ സാധിക്കുന്നതാണോ? ചോദ്യം എന്നോടാണോ? അതെ, ശ്രീ ജോൺ ബിട്ടാസ്. എന്റെ ഇളയ സഹോദരനാണ് ഡീന്. പക്ഷെ എനിക്ക് ഡീനെ കുറിച്ചുള്ള മതിപ്പിൽ ഒരു ചെറിയൊരു കുറവ് വന്നു എന്ന് പറയുന്നതിൽ ഡീൻ വിഷമം വിചാരിക്കരുത്. അതായത് ഡീൻ ആദ്യം മാധ്യമപ്രവർത്തകര് കൂട്ടം ചേർന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രവർത്തിക്കുന്നു, മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു, മാധ്യമപ്രവർത്തകര് സ്ഥാനാർത്ഥിയാകുന്നു എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നല്ല ചരിത്രബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഡീൻ എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ ഇതുവരെ ഇരുന്നത്. ഇന്ത്യയില് 2 ഡസനിലേറെ മാധ്യമപ്രവർത്തകരെ പാർലമെന്റിൽ കൊണ്ടുവന്ന പശ്ചാത്തലവും പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമായ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഉടമയെ എത്രയോ പതിറ്റാണ്ടുകൾ രാജ്യസഭയിൽ ഇരുത്തിയ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ ഒട്ടുമിക്കവാറും സംസ്ഥാനങ്ങളിലെ മാധ്യമപ്രവർത്തകരെ മത്സരിപ്പിക്കുകയോ അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന ഒരു പശ്ചാത്തലമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഡീൻ. എന്തിനേറെ കേരളത്തിലെ തന്നെ പ്രമുഖ മാധ്യമങ്ങളുടെ എത്രയോ MLA മാരെ
കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ UDF മന്ത്രിസഭയില് അല്ലെങ്കിൽ UDF നിരയിലുള്ള ഒരു 1-2 സ്ഥാനാർത്ഥികളെങ്കിലും ഒരു പക്ഷേ മാധ്യമ മേഖലയുമായി ബന്ധപ്പെട്ടവരാണ്. അതൊക്കെ മാറി നിൽക്കട്ടെ. ഇപ്പോൾ ഡീൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം 2-3 വാദഗതികളാണ്. ഒന്ന്, കേരളത്തിലെ മാധ്യമങ്ങൾ ഇടതുപക്ഷവുമായി ചേർന്നൊരു ഗൂഢാലോചന. ഡീനെ പോലെ ഒരു ചെറുപ്പക്കാരൻ മനസ്സിലാക്കേണ്ട കേരളത്തിന്റെ മാധ്യമ ഭൂമികയിലെ ഒരു 75% പ്രാതിനിധ്യം UDF-നാണ്. അത് അച്ചടി മാധ്യമങ്ങൾ എടുക്കാം, അല്ലെ ദൃശ്യമാധ്യമങ്ങൾ എടുക്കാം. ഇതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തെ കാര്യം അതായത് ഈ സരിതാ നായർ കേസില് UDF-നെതിരെ അല്ലെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ്. എനിക്ക് ഡീനോട് ചോദിക്കാനുള്ളത്, ഈ സോളാർ കേസിന്റെ ആവിർഭാവ ഘട്ടം മുതൽ ഇപ്പം എത്തി നിൽക്കുന്ന ഈ ഒരു നിമിഷം വരെ പുറത്തു വന്നിരിക്കുന്ന ഏതെങ്കിലും വാർത്തകൾ തെറ്റാണെന്ന് ആരെങ്കിലും സമർത്ഥിച്ചിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ? 2, ഈ സരിതാ നായരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയത് ആരാണ്? സരിതാ നായരുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ സരിതാ നായരുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ വിനിമയത്തിന്റെ തോത് എന്ന് പറയുന്നത് ആയിരക്കണക്കിനാണ്. അവരൊരു തട്ടിപ്പുകാരിയായിരുന്നു എങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരും ഇത്രയും ആയിരക്കണക്കിന് തവണ അവരുമായി സംവദിച്ചത്? ഇതൊക്കെയാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഡീനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ നിയമത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും സമവാക്യങ്ങൾ അറിയാവുന്ന ഒരാള് ഇതുപോലെ പ്രതിപാദനം നടത്തുമ്പോൾ അദ്ദേഹത്തിനോട് സഹതാപം തോന്നേണ്ട ഒരു നിമിഷമാണിത്. ഇനി മൂന്നാമത്തെ ഭാഗം, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് മുഖ്യമന്ത്രിക്ക് മാനഹാനി ഉണ്ടാകാം, ഏതൊരു വ്യക്തിക്കും മാനഹാനി ഉണ്ടാകുന്നത് പോലെ മാനഹാനി ഉണ്ടാകാനുള്ള ഒരു മാനുഷികപരമായ അവസ്ഥ മുഖ്യമന്ത്രിക്കുമുണ്ട്. അദ്ദേഹത്തിന്റെ തൊലിക്കെട്ടിയെ കുറിച്ച് ഞാനിവിടെ സംസാരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാകാം. അങ്ങനെ മാനഹാനി ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാനുള്ള മൗലിക അവകാശം മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, അതായത് ഈ ഒരു വാർത്തയ്ക്ക് നിദാനമായിട്ട് മുഖ്യമന്ത്രി കേസെടുക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൈരളിയിലെ മാധ്യമ പ്രവർത്തകരാരാണ്? അവർ ഒരുപക്ഷെ ഈ വാർത്തയുമായിട്ട് പുലബന്ധമില്ലാത്തവര്, അല്ലെങ്കിൽ ആ എഡിറ്റോറിയൽ വകുപ്പ് ഭരിക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രിക്കുകയോ ചെയ്യുന്നവരോ അല്ല, അല്ലെങ്കിൽ ഈ മാധ്യമത്തിന്റെ സാരഥ്യം വഹിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അടിസ്ഥാന നിയമത്തിന്റെയും നടപടിക്രമത്തിന്റെയും ഏതെങ്കിലും ഒരു പുലബന്ധം പോലുമുള്ള ഒരു തീരുമാനമായിരുന്നുവെങ്കിൽ ഇങ്ങനെയല്ല മുഖ്യമന്ത്രി കേസെടുക്കുമായിരുന്നത്. ഇതിനെ ഒരുപക്ഷെ സീസണൽ കേസ് എന്ന് വേണം വിളിക്കണം. അതായത് പല കാലഘട്ടങ്ങളിലും ഓരോ സീസണിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കേസ്. അതുകൊണ്ട് എനിക്കൊറ്റ കാര്യം ഡീനോട് പറയാനുള്ളൂ, അല്ലെങ്കിൽ ഡീന്റെ സഹപ്രവർത്തകരോട് പറയാനുള്ളൂ, മുഖ്യമന്ത്രിക്ക് മാനഹാനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിയമാനുസൃതമായി ചട്ടപ്രകാരം നടപടിപ്രകാരം നിയമങ്ങളും കീഴ്വഴക്കങ്ങളും അനുശാസിക്കുന്ന രീതിയിൽ കേസുമായിട്ട് മുമ്പോട്ട് പോകുക. അങ്ങനെ മുമ്പോട്ട് പോകാനുള്ള ആർജവം കാണിക്കുന്നില്ലെങ്കിൽ അതിന്റെ അകത്ത് ഒരു കള്ളത്തരമുണ്ട് എന്ന് പറയാനുള്ള ഒരവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് മാത്രമാണ് ഞങ്ങളുടെ. ശ്രീ ജോൺ ബ്രിട്ടാസ്, ശ്രീ ഡീൻ കുര്യാക്കോസ് ഇപ്പോഴിത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഡീൻ കുര്യാക്കോസ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ഇതിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയില്ല. ഈ നമ്മളൊക്കെ സംശയിക്കുന്ന ഈ ആളുകൾക്കൊക്കെ ഇതുമായി ബന്ധമുണ്ടോ, ചാനലിനെതിരെ ഇങ്ങനെയാണോ ഒരു മാനനഷ്ട കേസ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഡീനെ പോലുള്ളവർക്കുമുണ്ട്. അതുകൊണ്ടാണ് അതിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് ആർക്കൊക്കെ ഉപയോഗപ്പെടുന്നു, മുഖ്യമന്ത്രിക്ക് ഇതെങ്ങനെ ദോഷമാകുന്നു, ഇതൊക്കെ ഡീനും ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത്. കേസിനകത്ത് മുഖ്യമന്ത്രി അവകാശപ്പെടുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിനും അത്ര ഉറപ്പില്ല. അത് വേണമെങ്കിൽ കൈരളി കോടതിയിൽ പോയി പറഞ്ഞോളൂ എന്നാണ് പറയുന്നത്. ഇത്തരത്തിലൊരു ചർച്ച തന്നെയാണോ മുഖ്യമന്ത്രി ഈ ഘട്ടത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക? അത് ഒരു തരത്തിൽ മറ്റ് മാധ്യമങ്ങൾക്കും മറ്റ് മാധ്യമ പ്രവർത്തകർക്കും ഇത്തരം കേസുകളും വിവാദങ്ങളും വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു താക്കീതായി മാത്രമേ ഈ കേസിനെ ഇപ്പോൾ കാണേണ്ടതുള്ളൂ? ശ്രീ ബ്രിട്ടാസ്, എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇങ്ങനൊരു പ്രതികരണം കൈരളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ചിന്തിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം ആകെ വിചാരിച്ചത് ഈ പറഞ്ഞ സരിതയുടെ കത്ത് സംബന്ധിച്ചുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് എന്നാൽ ഒരു മുഴം മുമ്പേ എറിയുന്ന ഒരു രീതി അവലംബിക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇത്രത്തോളം വളരെ കേവലപരമായിട്ടുള്ള അല്ലെങ്കിൽ വികലമായിട്ടുള്ള ഒരു നിലപാടും നാട്യവുമാണ് അദ്ദേഹം സ്വീകരിച്ചതെന്ന് നമ്മുടെ പ്രതികരണത്തിലൂടെ ഇങ്ങനെ പുറത്തു വരുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്
അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉപദേശിക്കുന്ന നിയമജ്ഞന്മാർക്ക് ഒരു അപകീർത്തി കേസ് എങ്ങനെ എടുക്കണമെന്നും എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ എന്തോ പോരായ്മയുണ്ട്. ഇങ്ങനെയാണോ ഈ കേരളത്തിന്റെ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്? ഇങ്ങനെ കൈകാര്യം ചെയ്താൽ എത്രയോ കോടാനുകോടികളുടെ സ്വത്തുക്കൾ ഈ കേരളത്തിൽ നഷ്ടപ്പെടും, എത്രയോ കേസുകൾ നഷ്ടപ്പെടും. അതുകൊണ്ടായിരിക്കില്ലേ VM സുധീരനെ പോലുള്ള ആൾക്കാർ പറയുന്നത് ഈ കേരള ഗവൺമെന്റ് മനഃപൂർവ്വം കോടതികളിൽ കേസ് തോറ്റു കൊടുക്കുക എന്നുള്ളത്. എനിക്ക് ഒട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണിത്. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ് എടുത്തതെന്ന്. ഒരു പക്ഷെ അദ്ദേഹം വിചാരിച്ചത് ഈ പറഞ്ഞ ഈ കത്തും അതിന്റെ ബഹളങ്ങളും ഉണ്ടായപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ് നിൽക്കേണ്ടതില്ലേ, ആ നിൽക്കാൻ വേണ്ടി ഒറ്റക്കാലിൽ അദ്ദേഹം എടുത്ത ഒരു സമീപനമായിട്ട് മാത്രം കാണണം. പക്ഷെ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹം വിചാരിച്ചത് ഇങ്ങനെയുള്ള ഒരു ഓലപ്പാമ്പ് കാണിച്ചിട്ട് കേരളത്തിലെ മാധ്യമ മേഖലയെ ഭീഷണിപ്പെടുത്താമെന്നുള്ള ഒരു അജണ്ട കൂടി വേണമെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായേക്കാം. പക്ഷെ അങ്ങനെയുള്ള ഭീഷണികൾക്കൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ വഴങ്ങുന്ന ഒരു ശീലം മുമ്പും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല, ഇനി നാളെ ഉണ്ടാകാനും പോകുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥന മാത്രമേ എന്റെ ഡീനിനോടുള്ളൂ, എന്റെ സഹോദരനോടുള്ളൂ. ദയവ് ചെയ്തിട്ട് താങ്കൾ പത്രസമ്മേളനം നടത്തി പ്രതാപനെ പോലുള്ള ആൾക്കാരെ ഉപദേശിച്ചതുപോലെ ദയവ് ചെയ്ത് പത്രസമ്മേളനം നടത്താതെയെങ്കിലും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് ഉപദേഷ്ടാക്കളെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ തിരിച്ചെത്താം. ശ്രീ ഡീൻ കുര്യാക്കോസ് അതിനുള്ള കോപ്പ് കൂട്ടുന്നു ഇതിനിടയിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിലേക്ക് ഞാൻ വരാം. ശ്രീ എ സജീവൻ, എങ്ങനെയാണ് മാധ്യമങ്ങൾക്കെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ഈ കേസിനെ, ഈ ഹർജിയെ ഇപ്പോൾ മാധ്യമ ലോകം തന്നെ കാണേണ്ടത്? ലാൽ, ഞാനിതിനെ വളരെ ലളിതമായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. കുറേ ദിവസമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളുണ്ടാകുമ്പോൾ ഞാനുൾപ്പെടെ പല ആളുകളും ആവശ്യപ്പെട്ടൊരു കാര്യം, എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിയമ നടപടി എടുക്കുന്നില്ല? അതൊരു വലിയ ട്രാപ്പ് പോലെയാണ് മുഖ്യമന്ത്രിക്ക് തോന്നിയിട്ടുണ്ടാവുക. കാരണം ഇത്രയും പ്രശ്നങ്ങൾ വരുന്നു, സരിത കുറേ കാര്യങ്ങൾ പുറത്തുവിടുന്നു, മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നു, എന്നിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നു പോലുമില്ല എന്നൊരു പ്രശ്നം. അതിനേക്കാൾ വലിയ പ്രശ്നം നിയമ നടപടിയിലേക്ക് പോകുന്നില്ല എന്നുള്ളത്. അതിൽ നിന്നൊരു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇതൊരു തിരിച്ചടിയാകും എന്നൊരു സ്വാഭാവികമായ തോന്നൽ മുഖ്യമന്ത്രിക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉണ്ടാവാനിടയുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നത് തടയാൻ പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യം ഒരു നിയമ നടപടിയുടെ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഇപ്പം നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ നമ്മൾ മാധ്യമങ്ങൾക്കെതിരെ ഒരു നിയമ നടപടി എടുക്കുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പം എല്ലാവർക്കും, അജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇതിൽ റെസ്പോൺസിബിൾ ഫോർ സെലക്ഷൻ ഓഫ് ന്യൂസ് അണ്ടർ PRB ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്വം കൊടുക്കുന്നുണ്ട്. അവരാണ് അതിൽ വരുന്ന കാര്യങ്ങളുടെ ഉത്തരവാദി. ഇപ്പോൾ ഇതിൽ ജോൺ ബ്രിട്ടാസ് ആവാം, ഞാൻ വർക്ക് ചെയ്യുന്നത് ഞാനാവാം, അജിത്ത് വർക്ക് ചെയ്യുന്നത് അജിത്ത് ആവാം, അങ്ങനെ പലതും ആവാം. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കെതിരെയാണ് നിയമ നടപടി വരേണ്ടത്. അതല്ലാതെ ഇപ്പം എനിക്കറിയില്ല, ലാൽ തന്നെ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഡ്യൂട്ടിയിൽ പോലും ഇല്ലാത്ത ആളുകളുടെയൊക്കെ പേരിൽ വന്നു എന്ന് പറയുന്നതിലുള്ളൊരു അസ്വാഭാവികതയും അസാംഗത്യവും ഒക്കെ ഇതിലുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തൻ്റെ മുഖം രക്ഷിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കേസ് കൊടുക്കുക. മാത്രം മുഖം രക്ഷിക്കുക എന്നുള്ളത് മാറ്റിവെച്ച് വേറൊരു കാര്യം ഞാൻ പറയാം, അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം ഉപയോഗിച്ചതാവാം. എന്നാലും പക്ഷേ അത് ചെയ്യേണ്ടിരുന്ന മാർഗ്ഗം ഇതല്ല. മാത്രമല്ല, ഇതിൽ ശരിക്കും ചെയ്യേണ്ടത് ആരാണ് മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നത്? അതിൽ പ്രധാനമായിട്ട് നമുക്കറിയാമല്ലോ സരിതയാണ്. നമുക്ക് ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റാത്ത സ്ത്രീ എന്ന് സരിതയെക്കുറിച്ച് ഇപ്പോൾ ഡീൻ ഉൾപ്പെടെയുള്ള എല്ലാവരും പറയുന്നു. പക്ഷേ അവരുമായിട്ട് ധാരാളം സംസാരിച്ചതിൻ്റെ 500 പ്രാവശ്യം പോലും ഫോണിൽ സംസാരിച്ചതിൻ്റെയൊക്കെ തെളിവുകളാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ പോലും നമുക്ക് വിശ്വസിക്കാം സരിത വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ സരിതയ്ക്കെതിരെ നേരത്തെ ബ്രിട്ടാസ് ചോദിച്ച പോലെ ക്രിമിനൽ നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല? അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. സരിതയ്ക്കെതിരെ ക്രിമിനൽ നടപടി. കാരണം ഇത്രയും ഭീകരമായിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിക്കെതിരെ ഇങ്ങനെ പിന്നാലെ നടന്ന് അപമാനം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും കേസുമായിട്ട് പോവുകയും കുറെ തെളിവുകൾ എന്ന പേരിൽ പലതും കൊണ്ടുവരികയും ചെയ്യുന്ന ആൾക്കെതിരെ നേരിട്ട് പോവേണ്ടിയിരുന്നു. മാധ്യമങ്ങളുടെ കർമ്മം എന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ അത് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ഉമ്മൻചാണ്ടിയാണ്, അടുത്ത കഴിഞ്ഞ് പിണറായി വിജയനോ BS ആരായാലും അവർക്കെതിരെ വരുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പുറത്തുവിടും. അതിൻ്റെ പേരിൽ മാധ്യമങ്ങൾക്ക് നേരെ പോകുന്നു. അതുപോലും പോകാമെന്ന് ഞാൻ പറയുന്നു. പക്ഷേ ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ ആയിരിക്കും. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, മുഖ്യമന്ത്രിക്ക് ഈ ഡിഫമേഷൻ കേസിൽ മുന്നോട്ട് പോകാനുള്ള അവകാശത്തെ അല്ല കൈരളി ചോദ്യം ചെയ്തിട്ടുള്ളത്. കൈരളി ഇപ്പോൾ ഇവിടെ അവകാശപ്പെട്ടതും
ഈ കേസിൽ പ്രതികളായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടേണ്ടവരെ തന്നെയാണോ അങ്ങനെ കാട്ടിയിട്ടുള്ളത്? അതിന് എന്ത് തെളിവുണ്ട് എന്നുള്ളത് പോലും രണ്ടാമത്തെ വശമാണ്. ആ നിലയ്ക്ക് ഈ IPC 499 അനുസരിച്ച് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഈ കേസിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടാകുമോ? അത് തന്നെയായിരുന്നോ മുഖ്യമന്ത്രിയുടെ ഉദ്ദേശവും? ലാലെ, ആ ചോദ്യത്തിൻ്റെ ഒരു പ്രായോഗികമായി അതിനുള്ള ഉത്തരം പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഞാനൊരു അഭിഭാഷകനാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ സജീവനും മറ്റ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും അവരുടെ മാധ്യമ രംഗത്തു നിന്നുള്ളവർക്കും സ്വതന്ത്രമായ അഭിപ്രായം പറയാം. പക്ഷേ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു, അത് തെളിവെടുപ്പിനായിട്ട് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു അഭിഭാഷകനായ ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം ശരിയോ തെറ്റോ എന്ന് പറയുന്നത് എൻ്റെ തൊഴിലിൻ്റെ മര്യാദ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ മിസ്കോണ്ടക്റ്റിൻ്റെ ഭാഗമായി വരും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ ഉത്തരം പറയുന്നതിന് പകരം ആ സാഹചര്യം ഒന്ന് വിശദീകരിക്കുക. അതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാൻ അനുവാദം തരണേ. ലാൽ എൻ്റെ സുഹൃത്താണ്. ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വളരെയേറെ സൗഹൃദം പുലർത്തുന്ന ഒരു മാധ്യമ രംഗത്ത് കൈരളി ചാനലിൽ പോലെ പ്രവർത്തിക്കുന്ന താങ്കൾ ഈ ഡീൻ കുര്യാക്കോസുമായിട്ട് ഇത്രയും നേരം സംവാദം നടത്തി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം താങ്കളുടെ ചോദ്യങ്ങൾ ഓരോന്നിനും ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നത് താങ്കളുടെ ചോദ്യത്തിനല്ല. ഡീൻ കുര്യാക്കോസിൻ്റെ രാഷ്ട്രീയപരമായ നിലവാരം കുറഞ്ഞ ചില സമീപനങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആ അവസരം ഉപയോഗിക്കുമ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാനിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ് അതിന് മറുപടി നൽകിയത് അദ്ദേഹത്തിന് തൃപ്തിയാവുമെന്ന് എനിക്ക് മനസ്സിലാക്കുന്നു. അതുപോലെ ആ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞത് നിലവാരമില്ലാത്ത ഒരു സ്ത്രീ ഇത്തരം കേസ് കൊടുത്ത് നടത്തിയിട്ട് ഇങ്ങനെയൊക്കെ നടത്തിയിട്ട് മുഖ്യമന്ത്രിക്ക് ചെയ്തിരിക്കുന്നതിന് നിങ്ങൾ ഈ ചർച്ചകൾ നടത്തുന്നതിൽ വല്ല പ്രസക്തിയുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഷഷ്ടിപൂർത്തി കഴിയാതിരിക്കുന്ന മിക്കവാറും പേര് ഉൾപ്പെടുത്തി ഈ സ്ത്രീ നാട് മുഴുവൻ നടന്ന് മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഡീൻ കുര്യാക്കോസ് എവിടെ ആയിരുന്നു ഇതിനെതിരെ ഒരു നടപടി എടുക്കാത്തത് എന്ന കാര്യത്തിൽ ഒരു വിചിത്രമായ സംഭവം അവിടെ നിൽക്കുകയാണ്. അതിന് അദ്ദേഹം ജനങ്ങളോട് അദ്ദേഹം ഉത്തരം പറഞ്ഞോട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഒരു കേസ് ഡിഫാമേഷൻ കേസ്, ഗൂഢാലോചന, വഞ്ചന ഇതെല്ലാം ചേർത്ത് ഒരു ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ IPCയിൽ താങ്കൾ ഉദ്ദേശിച്ച 499 420 ഒക്കെ തന്നെ അത് വേണമോ വേണ്ടയോ എന്നുള്ളത് ആ കൊടുക്കുന്ന അഭിഭാഷകനും ആ കേസിലെ അഗ്രീഡ് ആയിട്ടുള്ള ആളുകൾ തീരുമാനിക്കപ്പെടേണ്ടതാണ്. ഇവിടെ കൈരളി എടുത്തിട്ടുള്ള നിലപാടിനെ ഞാൻ ശ്ലാഘിക്കുന്നു. കാരണം ഒരു സ്ത്രീ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള തട്ടിപ്പുകളോ അതുമായി ബന്ധപ്പെട്ട് ലൈംഗിക വേഴ്ചയെ സംബന്ധിച്ചോ ഒക്കെ നടത്തിയിട്ടുള്ള ആരോപണങ്ങളുടെ നിജസ്ഥിതി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം വെറുതെയുള്ള ആളിനെ കുറിച്ചല്ല പറയുന്നത്. കേരളത്തിലെ 3.25 കോടി ജനങ്ങളുടെ ഒരു ഭരണഘടനാപരമായ പദവിയിലും ജനാധിപത്യ പ്രക്രിയയിലൂടെയും മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത മാൻഡേറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന സ്ത്രീ തട്ടിപ്പ് പറയുകയാണോ അതല്ല അതിനകത്ത് വാസ്തവമുണ്ടോ എന്നറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ പറഞ്ഞതിൽ മാനനഷ്ടമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് കേസ് കൊടുക്കാൻ അധികാരമുണ്ട്, അത് ചെയ്യാം. പക്ഷേ ഒരു മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന കൈരളി ചാനലിനെ പോലെയോ ഏഷ്യാനെറ്റിനെ പോലെയോ അതുപോലുള്ള വിഷ്വൽ മീഡിയ ആണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും അതിൽ അവർ എങ്ങനെ ഇതിനകത്ത് കുറ്റക്കാരാകുന്നു എന്ന കാര്യം ഈ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയായി മറ്റുള്ളവരുണ്ടെങ്കിൽ മാത്രമേ ഗൂഢാലോചന എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഫോർത്ത് എസ്റ്റേറ്റ് എന്ന നിലയിൽ ഒരു മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആ സംഭവത്തിന്റെ ആധികാരികത സംബന്ധിച്ചോ അല്ലെങ്കിൽ ആ സംഭവത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ചിട്ട് വാർത്ത കൊടുക്കാൻ ഈ രാജ്യത്ത് ഒരിക്കലും നടക്കില്ല, ഈ ലോകത്തും നടക്കില്ല. മറിച്ച് ഇത്തരം ഒരു ഡിസ്ക്ലോഷർ നടത്തിയപ്പോൾ അത് വാർത്ത കൊടുക്കുന്നു. ഇനി അതിന്റെ നിജസ്ഥിതിയും മറ്റുമൊക്കെ ബന്ധപ്പെട്ടവർ അന്വേഷിക്കണം. അതിനവിടെ പോലീസ് സംവിധാനമുണ്ട്, മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നും ഭരണകക്ഷത്തിരിക്കുന്നവരുടെ വലിയ ശത്രുത ഏറ്റുവാങ്ങുന്ന ചരിത്രം നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ കാലഘട്ടങ്ങളിൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു പ്രസിദ്ധനായ ചിന്തകൻ പറഞ്ഞത് ഭരണത്തിലിരിക്കുമ്പോൾ പ്രതിപക്ഷമാണ് പത്രപ്രവർത്തന രംഗം എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ശരിയാണ്. അതുകൊണ്ട് കൈരളി ചാനലിനെ സംബന്ധിച്ച് പേര് കൊടുത്തത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിൽ പങ്കാളിയവരാണോ എന്നോ ഒക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. പക്ഷെ കൈരളി ചാനൽ എന്ന നിലയിൽ ഒരു മാധ്യമ എന്ന നിലയിൽ നിങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. ഒരു അഭിഭാഷകനിൽ എനിക്കതേ പറയാൻ പറ്റും. അജിത് കുമാർ, താങ്കളും ഒരു പത്രത്തിന്റെ മുകൾ തട്ടിലിരിക്കുന്ന ഒരു ജേർണലിസ്റ്റാണ്, മുഖ്യമായ കാർമ്മികത്വം വഹിക്കുന്ന ആൾ തന്നെയാണ് താങ്കളുടെ പത്രത്തിന്റെ. ഇങ്ങനെയുള്ള വാർത്തകൾ ആദ്യമായിട്ടൊന്നുമല്ല വരുന്നത്. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ മുഖ്യമന്ത്രിക്ക് മാനനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിന് കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ
ഒരു പൊതു പദവിയിലിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഇത്തരം വാർത്തകൾ വരുമ്പോൾ അത് പ്രസിദ്ധീകരിക്കുക എന്ന, അല്ലെങ്കിൽ അതിനകത്ത് ആരാണോ ആ കത്ത്, ഇവിടെ ഇപ്പോൾ കത്താണല്ലോ, ആ കത്ത് പുറത്തേക്ക് വിടുന്നത്, ആ വാർത്ത എല്ലാ മാധ്യമങ്ങളെയും പോലെ കാണിക്കുക എന്നുള്ളൊരു കർത്തവ്യം കൈരളിക്കും കാട്ടാവുന്നതല്ലേ? അതിനപ്പുറമുള്ള എന്ത് കാര്യമാണ്, എന്ത് തെറ്റാണ് ഇവിടെ ചൂണ്ടിക്കാട്ടാനുള്ളത്? ഡോക്ടർ ലാൽ, ഞാൻ തുടക്കത്തിലൊന്ന് പറഞ്ഞോളട്ടെ, ഇതിനകത്ത് കൂടുതലും സാങ്കേതികത്വത്തിൽ ഊന്നിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ശ്രീ സജീവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ പത്രത്തിൽ വരുന്ന, അല്ലെങ്കിൽ അച്ചടി മാധ്യമത്തിൽ വരുന്ന, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിൽ കാണിക്കുന്ന വാർത്തകളിലെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള നമ്മുടെ പ്രസ് കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് പാർലമെൻറ്റിൻ്റെ ആക്ട് അനുസരിച്ചുള്ള ചില നടപടിക്രമങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു ചാനലിനെതിരെയോ ഒരു പത്രത്തിനെതിരെയോ മാധ്യമ സ്ഥാപനത്തിനെതിരായിട്ട് അപകീർത്തി കേസ് കൊടുക്കുമ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് വരേണ്ടവരാരാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ആ സാങ്കേതികത്വത്തിൽ ഊന്നുന്നതിലുപരിയായിട്ട് അത് ശ്രീ സജീവൻ കുറച്ച് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത് ഫയൽ ചെയ്ത, ഈ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്ത വക്കീൽ ഇപ്പോൾ തെറ്റായ 1-2 പേരുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് പരിഹരിക്കാനുള്ള സംവിധാനം കോടതിയിലുണ്ട്. ഞാൻ അവിടെ ഒന്നുകൂടി താങ്കളോട് ചോദിച്ചോളട്ടെ. അതായത് ഇത്തരത്തിൽ തെറ്റായ ഒരു സാഹചര്യം പേരുകളുടെയും പദവിയുടെയും കാര്യത്തിൽ ഇതിന്റെ അധികാരമില്ലാത്തവരുടെ പേര് കൂടി ഉൾപ്പെടുത്തി ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ മേഖലയെക്കുറിച്ച് അറിയാവുന്ന താങ്കൾക്ക് ബോധ്യമുണ്ട്. അതാണ് താങ്കൾ അങ്ങനെ പറഞ്ഞത്. അവിടെ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇത്തരത്തിലൊരു വാർത്ത വരുമ്പോൾ കൈരളി മാത്രമല്ല ഈ വാർത്ത കൊടുത്തിട്ടുണ്ടാകുക, പലരും ഈ വാർത്തകൾ കൊടുത്തിട്ടുള്ളതാണ്. എന്തുകൊണ്ട് കൈരളിയും ഏഷ്യാനെറ്റും അതിലെ ചിലരും മാത്രം ഈ ഗൂഢാലോചനയുടെ ഭാഗമാകുന്നു എന്ന് മുഖ്യമന്ത്രി പരാതിയായി ഈ ഘട്ടത്തിൽ പറയുന്നു? അത് ഇപ്പോൾ കൈരളിയിൽ നിന്ന് കൊടുത്ത മറുപടിയും അതിനെ തുടർന്ന് ചീഫ് എഡിറ്ററുടെ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി അതും കൂടെ കേട്ടതിന് ശേഷം, മറുപടി ഞാൻ കണ്ടില്ല, ശ്രീ ബിട്ടാസ് പറഞ്ഞത് കേട്ടതിന് ശേഷം അദ്ദേഹം അത് കുറച്ച് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വീണ്ടും പറയുന്നു ഡോക്ടർ ലാൽ, അത് ഏത് വ്യക്തി A, B or XYZ, അതല്ല, സ്ഥാപനത്തിനെതിരെ, മാനനഷ്ടം ഉണ്ടാക്കിയ സ്ഥാപനത്തിനെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതിന് ഉത്തരവാദിത്തമുള്ള ഈ PRB ആക്ട് അനുസരിച്ച് ഹൂവർ ഈസ് റെസ്പോൺസിബിൾ, അതിനകത്ത് ആ പേര് മാറ്റി ചെയ്യാവുന്നതേ ഉള്ളൂ, അതിനകത്ത് യാതൊരു പ്രശ്നമില്ല, അത് കോടതി അനുവദിക്കാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ എനിക്കിപ്പോൾ അതിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ശ്രീ ലാൽ ഡോക്ടർ ലാൽ ചോദിച്ചത്, ഈ ഒരുപാട് ചാനലുകളൊന്നും ഇത് ഏറ്റുപിടിച്ചില്ല. 1-2 ചാനലുകളിൽ മാത്രമേ ഈ കത്ത് വന്നുള്ളൂ. കത്തിൻ്റെ നിരസ്ഥിതി അത് എൻ്റെ ബഹുമാനായ സുഹൃത്ത് അജിത് കുമാർ, അതിന്റെ കുറ്റം മറ്റ് ഈ കൈരളിക്കും ഏഷ്യാനെറ്റിനും ഏറ്റെടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ചൂടുള്ള വാർത്തകൾ കിട്ടുന്ന ആളുകളാണ് അത് ആദ്യം ഏറ്റെടുക്കാൻ. ഒരുപക്ഷെ ഏഷ്യാനെറ്റിനോ കൈരളിക്കോ മാത്രം സാധിച്ചത് ജേർണലിസ്റ്റുകളുടെ കഴിവുകൊണ്ടാണ്. അതുമായി അതിനകത്ത് പലരുടെയും പേരുകൾക്ക് കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കത് കോടതിയിൽ പോകാം. മറ്റ് ചാനലുകൾക്കും മറ്റ് മാധ്യമങ്ങൾക്കും അത് പിന്നീട് ഫോളോ അപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങേക്ക് മനസ്സിലാവുന്നതാണ്. ബഹുമാനായ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, എനിക്ക് അദ്ദേഹത്തെ കോഴിക്കോട് കാലം മുതലേ അറിയാം, അദ്ദേഹത്തിനോട് എനിക്ക് ഒരുപാട് സ്നേഹവും ബഹുമാനമുണ്ട്. ഡോക്ടർ ശിവൻ മഠത്തിൽ ആ ഒരു ഇഷ്യൂ ഇപ്പോൾ ഇവിടെ റേസ് ചെയ്യുകയുണ്ടായി. അതായത് ഈ പിന്നെ ഡിഫമേഷൻ്റെ ആ ഒരു ഇഷ്യൂ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ആ മീഡിയയുടെ ഇതിനെക്കുറിച്ച് തന്നെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു വാർത്ത കിട്ടി, ഡോക്ടർ ലാലു അതിനനുബന്ധമായിട്ട് അതിനെ സപ്ലിമെൻ്റ് ചെയ്താണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വാർത്ത കിട്ടി, അതിൻ്റെ നിജസ്ഥിതി ക്രോസ് വെരിഫൈ ചെയ്യാൻ, ക്രോസ് ചെക്ക് ചെയ്യാൻ, അതിൻ്റെ വെറാസിറ്റി അന്വേഷിക്കാൻ, അല്ലെങ്കിൽ കൺഫേം ചെയ്യാൻ അതിന് അവസരം പലപ്പോഴും പത്രങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ കാഷ്വാലിറ്റി ആകുന്നത് സത്യമാണ്. അവിടെ കാഷ്വാലിറ്റി ആകുന്നത് ചില വ്യക്തികളുടെ സ്വകാര്യ ജീവിതമാണ്. അത് ഒരു ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതിനൊന്ന് തകർക്കാൻ ശ്രമിച്ചാൽ, അത് പിന്നീട് റിപ്പയർ ചെയ്യാൻ ഒക്കാത്ത അവസ്ഥ, നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിച്ച് എത്രയോ വ്യക്തികളെ, എത്രയോ വിഗ്രഹങ്ങളെ വെറും കരിങ്കല്ലാക്കിയും എത്രയോ കുടുംബങ്ങളെ അനാഥമാക്കിയൊക്കെ നമ്മുടെ ചരിത്രം, കേരളത്തിൽ തന്നെ എത്രയോ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വാർത്തയുടെ സത്യസന്ധത കോടതികൾ തീരുമാനിക്കട്ടെ. ചിലപ്പോ നമുക്കറിയാം ഉണ്ടാക്കാൻ പാടില്ല, അവർക്കെതിരായി ഉണ്ടാകുമ്പോ അത് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവിടെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ പറഞ്ഞതുപോലെ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട
ആരോപണങ്ങൾ വന്ന പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ട പേരിലുള്ള ആളാണ് സരിത. അവരുടെ പേരിൽ വരുന്ന ഒരു കത്താണ്. ആ കത്തിന്റെ നിജസ്ഥിതിയെക്കുറിച്ച്, ഈ പേരുകാരനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തയെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം ജനങ്ങൾക്കുണ്ടാകും. അത് പുറത്ത് കൊണ്ടുവരേണ്ട കർത്തവ്യം മാധ്യമങ്ങൾക്കില്ലേ? അങ്ങയുടെ പത്രത്തിലില്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ. പക്ഷെ ഇത് അതാണ് പറയുന്നത്, നമ്മൾ ഈ ഒരു അന്ധമായ ഇതിപ്പോ വേറൊരു വിഷയത്തിലേക്ക് കൂടെ നമ്മളിപ്പോൾ ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടി വരും ഡോക്ടർ ലാൽ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാധനമുണ്ട്. ഈ മാധ്യമ വിചാരണ എന്ന് പറഞ്ഞ് എല്ലാ സീമകളിൽ ലംഘിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വിചാരണ വന്നപ്പോൾ അന്നൊന്നും അനങ്ങാതിരുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ മാത്രം ഒരു മാനനഷ്ട കേസ് കൊടുത്തത്? മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ ഇത്, അദ്ദേഹത്തിന് അധികാരമുണ്ടല്ലോ. എന്തുകൊണ്ട് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സരിത എസ് നായരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് എടുത്ത് FIR ഇട്ട് കേസ് നടത്തി മുന്നോട്ട് പോയി? ഈ കേസിൽ സരിത എസ് നായർ പ്രതിയാണെന്നുള്ളത് മറച്ചു വെക്കണ്ടല്ലോ. സരിത എസ് നായർക്കെതിരെ കേസ് കൊടുത്തു. അതൊരു പ്രൈവറ്റ് കേസല്ലേ മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്നത്? അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെന്ന ഒരു അഭ്യർത്ഥനയാണ് ചീഫ് എഡിറ്റർ ജോൺ ബ്രിട്ടാസ് നടത്തിയത്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇപ്പോ ശ്രീ അജിത് കുമാർ സ്വല്പ സമയം കൂടെ തരണം ഒന്ന് ദയവ് ചെയ്ത്. ശരി, അതും കൂടി പറയും. അല്ല, അതിപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഒരു ചാനൽ ചർച്ചയിൽ അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു മുതിർന്ന നേതാവ് ഏത് പാർട്ടിയുടെ ആണെന്ന് പോലും ഞാൻ പറയുന്നില്ല, എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, അജിത്ത്, നിങ്ങൾ മിസ്റ്റർ ഉമ്മൻചാണ്ടിയോട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ സ്ത്രീക്കെതിരായിട്ട് അവർ കൊണ്ടിരിക്കുന്ന ഈ കോലാഹലങ്ങൾക്കെതിരായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഈ പറഞ്ഞതുപോലെ 3.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെ വ്യക്തിയായിട്ട് കാണാതെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളതിൽ എന്തുകൊണ്ട് അദ്ദേഹം റിയാക്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹം കേസ് എടുക്കുന്നില്ല എന്ന് എന്നോട് ചോദിച്ചത് CPM-ലെ മുതിർന്ന നേതാവ്. അപ്പോൾ അവരിപ്പോൾ ഡാമേജ് ഉണ്ടല്ലോ, അതിനെതിരെ ശ്രീ അജിത് കുമാറിന്റെ ഈ വീക്ഷണത്തെ എങ്ങനെ കാണുന്നു? ലാല, എനിക്ക് അത്ഭുതം എന്ന് വെച്ചാല് എന്റെ സുഹൃത്ത് അജിത്ത് എന്താ പറയുന്നത്, കേസ് എടുക്കണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ കേസ് നിലനിൽക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അപാകത ഇതിന് തുടക്കത്തിലെ മുഖ്യമന്ത്രി ഇതിൽ കുത്തിവെച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അജിത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മുഖ്യമന്ത്രിക്ക് കേസെടുക്കണമെന്നുണ്ടായിരുന്നു, ജെനുവിനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമെങ്കിൽ അദ്ദേഹം കറ തീർന്ന അതായത് ഒരു തരത്തിലും വൈകല്യമില്ലാത്ത ഒരു പരാതിയാണ് അല്ലെങ്കിൽ കേസാണ് ബിൽഡപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു മാധ്യമത്തിനെതിരെയുള്ള അപകീർത്തി കേസ് പ്രൈമാ ഫേസിയ, അതായത് പ്രഥമ ദൃഷ്ട്യാ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരാതിയാണ് കൊടുത്തത്. അപ്പൊ ഇവിടെയാണ് അജിത്തിനോട് ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിക്ക് അപകീർത്തി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് പരിഹാരമുണ്ട്, ലീഗൽ റെമഡീസ് എടുക്കാൻ വേണ്ടി കുറ്റമറ്റ ഒരു പരാതി കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, അജിത്ത് പറയുന്നത് എത്ര നിസ്സാരമായിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും പെശകുകൾ ഉണ്ടെങ്കിൽ തിരുത്താന്ന്. അതായത് ഇതിന്റെ ബിഗിനിങ്ങിൽ തന്നെ ഒരു പരാതി എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിനെ ഉപദേശിക്കുന്ന നിയമജ്ഞന്മാർക്കും അറിയില്ല എന്ന് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുമോ അജിത്തെ? രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അജിത്തെ, ഇവിടെ ഗൂഢാലോചന എന്ന് പറയുന്നു. എന്റെ എളിയ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുമായിട്ട് ഗൂഢാലോചന ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് സംസർഗം തുടങ്ങിയ എല്ലാ കാര്യം വേണം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ വാർത്തകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സംസർഗമുള്ളത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ അനുചരന്മാർക്കും അല്ലേ സരിത നായരുമായിട്ടുള്ളത്. അപ്പം ഏത് കണക്കിൽപ്പെടുത്തിയാൽ പോലും ഒരുപക്ഷെ എന്തെങ്കിലും കോൺസ്പിറസി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെയും സ്വാഭാവികമായിട്ട് അവരുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർ തമ്മിലല്ലേ ഒരു കോൺസ്പിറസി ഉണ്ടാകുന്നത്. കോൺസ്പിറസിക്കൊന്നും ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടാവില്ല, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉണ്ടാവുക. അപ്പൊ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസിൽ എന്താണ്? ഒരാളുമായിട്ടുള്ള സംഭാഷണം. ഇപ്പൊ KR സിംഗിനെ തൂക്കിലേറ്റാൻ വേണ്ടി പറഞ്ഞത് അദ്ദേഹവും മറ്റേ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച ആളും തമ്മിൽ ഒരുമിച്ച് അവരുടെ ബന്ധുക്കള് സുവർണക്ഷേത്രത്തിൽ സന്ദർശിച്ചിട്ടുള്ളതാണ്. അപ്പൊ എനിക്കൊറ്റ ചോദ്യമുള്ളൂ അജിത്തെ, ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അജിത്തെ, മുഖ്യമന്ത്രി നിങ്ങളെയും കോൺഗ്രസുകാരെയും മനഃപൂർവ്വം കബളിപ്പിക്കുകയാണ്, നിങ്ങളെ കബളിപ്പിക്കുക. അദ്ദേഹത്തിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുറ്റമറ്റ ഒരു പരാതി സമർപ്പിക്കാനുള്ള ഒരു ബാധ്യതയില്ലേ? അതുപോലും ചെയ്യാതെ പുകമറ സൃഷ്ടിക്കുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. യെസ്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഇപ്പോ 1 മുതൽ 5 വരെ പ്രതികളാണല്ലോ ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ ഈ ഹർജിയിൽ ഉള്ളത്, പരാതിയിലുള്ളത്. ഇതിലെ 5-ാം പ്രതി മാത്രമാണ് സരിത. ഈ 4 മാധ്യമ പ്രവർത്തകരും സരിതയും കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തി
ഈ കത്ത് ഉണ്ടാക്കി മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള ഈ അവിഹിത ബന്ധത്തിന്റെ കാര്യങ്ങൾ എഴുതി ചേർത്ത് അദ്ദേഹത്തെ ജനറൽ പബ്ലിക്കിന്റെ മുമ്പിൽ അപഹാസ്യനാക്കുന്നു എന്നതാണ് പരാതിയായി വരുന്നത്. ഈ 4 പേർ എന്ന് പറയുന്ന പേരുകൾ വക്കീൽ കണ്ടെത്തിയിരിക്കുന്നത് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് എന്ന മറ്റ് റിപ്പോർട്ടുകളും ഉണ്ട്. ഇത് എങ്ങനെയാണ് മാച്ച് ചെയ്യപ്പെടുക? ഈ ഗൂഢാലോചനയ്ക്ക് ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ സ്ഥലം വേണം, ആളുകൾ കൂടിയാലോചന നടത്തുന്നതിൻ്റെ തെളിവുകൾ വേണം, അവർ തമ്മിൽ ഒരുമിച്ചിരിക്കാനുള്ള സാധ്യതകൾ വേണം. ഒരു ചാനലിൻ്റെ മുകൾ തട്ടിലുള്ള മേധാവിയും മറ്റേ ചാനലിലെ ഒരു സാധാരണ മാധ്യമ പ്രവർത്തകനും തമ്മിൽ കൂടിയാലോചന നടത്തി ഇത്തരം ഒരു എഴുത്ത് സരിതയുമായി ചേർന്ന് ഉണ്ടാക്കി എന്ന് പറയുന്നത് പ്രഥമ ദൃഷ്ടിയാ തന്നെ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നിടത്തേക്ക് പോലും ഈ കാര്യങ്ങൾ എത്തുന്നുണ്ടോ? അല്ല, അവിടെ ഡോക്ടർ ലാൽ 2 കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, ശ്രീ ബ്രിട്ടാസ് പറഞ്ഞ കോൺസ്പിറസിയുടെ ആംഗിള്, അതിൻ്റെ തലങ്ങൾ, കോൺസ്പിറസിയുടെ തലങ്ങൾ. 2, ഗൂഢാലോചനയോടൊപ്പം തന്നെ ഒരു കാര്യം സത്യമല്ല എന്ന് പൂർണ്ണമായി ബോധ്യമുള്ളപ്പോൾ ആ കാര്യം ബോധപൂർവം മറ്റുള്ളവർക്ക് പിന്നെ ദോഷമുണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പേരിന് ദോഷകരമായി സമൂഹത്തിന് മുമ്പിൽ ഇകഴ്ത്തി കാട്ടുന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നതിന് കൂട്ടുനിന്നു എന്നുള്ളത്. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ പ്രധാനമാണ്. ഞാൻ ആ പെറ്റീഷൻ വായിച്ചു. ആ പെറ്റീഷനിൽ ഒന്ന് ഡിഫാമേഷൻ മാനനഷ്ടത്തിന് കൊടുക്കുമ്പോൾ ഒന്ന് കോൺസ്പിറസിയുടെ ആംഗിള്. ആ കോൺസ്പിറസിയെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളും ഈ കത്തെഴുതിയ വ്യക്തിയും തമ്മിൽ ഒരു ഗൂഢാലോചന നടത്തി ബോധപൂർവം ഈ പറഞ്ഞ അതിൽ പ്രതിപാദിക്കുന്ന മുഖ്യമന്ത്രിയെയും മറ്റുള്ളവരെയും ഇകഴ്ത്തി അല്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ താഴ്ത്തിക്കെട്ടുന്ന തലത്തിൽ അല്ലെങ്കിൽ അവരുടെ വില കുറച്ച് കാണുന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചു എന്ന് സാഹചര്യം ഉണ്ടായിരുന്നതാണ്. ഇവിടെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, കോൺസ്പിറസി ആംഗിൾ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇതിൽ പങ്കാളികളായിട്ടുള്ള മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യം ഒരു മാനനഷ്ട കേസിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഗൂഢാലോചന നടത്തി എന്നതിനുള്ള സാഹചര്യങ്ങൾ അത് നേരത്തെ ശ്രീ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ നേരിട്ട് വേണമെന്നില്ല, നമുക്ക് സാഹചര്യ തെളിവുകളിലൂടെ തന്നെ വേണമെങ്കിൽ തെളിയിക്കാം. പക്ഷേ ഇവിടെ പത്രമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന സാഹചര്യം വെച്ച് തെളിയിക്കാനും കഴിയില്ല. അതിന് കാരണങ്ങൾ പലതാണ്, ഞാൻ സമയക്കുറവുണ്ടാവിലേക്ക് പോകുന്നില്ല. മറ്റൊരു കാര്യം, നമുക്ക് എടുക്കാവുന്നൊരു കാര്യം, ഇത് സത്യമല്ല എന്ന് ഉള്ളപ്പോൾ പോലും, കാരണം ഈ പ്രതിപാദിക്കപ്പെട്ട ഈ സ്ത്രീയുടെ ക്രെഡിബിലിറ്റി, അവരുടെ ആ സമൂഹത്തിൽ അവർക്കുള്ള നിലയെ സംബന്ധിച്ചും അവരുടെ പേരിലുള്ള ക്രിമിനൽ കേസുകളൊക്കെ പശ്ചാത്തലങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്തരം ഒരു കത്തിന് ആധികാരികതയില്ല എന്നും ഇത് ബോധപൂർവം മുഖ്യമന്ത്രിയെ കരുതേക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ അത് പബ്ലിഷ് ചെയ്തു എന്നതാണ് മറ്റൊരു കാര്യം. അവിടെയും എനിക്കൊരു സംശയം ബാക്കി നിൽക്കുന്നത്, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്രയും കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, അധികാരത്തിലിരിക്കുന്ന ആളുകൾ, രാഷ്ട്രീയ നേതൃത്വം, എക്സിക്യൂട്ടീവ്സ്, നമ്മുടെ പൊതുമുതൽ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ബാധിക്കുന്ന ഒരു കാര്യം വെറും വ്യക്തിപരമായ പ്രശ്നങ്ങളല്ല. മുഖ്യമന്ത്രി എന്ന ഒരു വ്യക്തിയും ഈ തട്ടിപ്പിന് ഇരയായ സ്ത്രീയും തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല, നമ്മുടെ സ്റ്റേറ്റിൻ്റെ പൊതുമുതൽ, നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട് വരുന്ന പോളിസി ഇഷ്യൂസ്, അതോടൊപ്പം തന്നെ അതിനുള്ള ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ നമ്മൾ പബ്ലിക് സർവൻറ്റ് പലപ്പോഴും അവരുടെ അധികാര പദവി ദുരുപയോഗം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇതൊക്കെ അവിടെ പരാമർശിക്കപ്പെടുന്ന ഒരു സംഭവമാകുമ്പോൾ ആ കത്ത് പുറത്തു വരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ എന്തായാലും അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരു കോൺസ്പിറസിയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ച് ശ്രീ അജിത്ത് പറഞ്ഞ, ഞാൻ അദ്ദേഹത്തെ ബഹുമാനത്തോടു കൂടി ഞാൻ പറയുന്നു, അങ്ങനെ വന്നാൽ ഇവിടെ ഒരു കാര്യവും മാധ്യമത്തിന് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. 2G സ്പെക്ട്രം എടുക്കാം, ഏഷ്യയുടെ അഴിമതി എടുക്കാം, അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പോൾ വന്നിട്ടുള്ള പല കേസുകളും എടുക്കാം. എന്തിനാ ഇപ്പോൾ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച് ശ്രീ അടൂർ പ്രകാശിനെതിരെ വന്നിട്ടുള്ള കേസ് സംഭവം എടുത്താൽ തന്നെ നമുക്കതിൻ്റെ ആധികാരികത പരിശോധിച്ച് അതിൻ്റെ നിജസ്ഥിതി വിലയിരുത്തിയതിനു ശേഷം വാർത്ത കൊടുക്കാൻ ഒരു സംവിധാനം നമ്മുടെ ലോകത്തില്ല. അപ്പം മാധ്യമങ്ങളിൽ അങ്ങനെ വരുന്ന വാർത്തകൾക്ക് ആധികാരികതയില്ല. മനഃപൂർവ്വം ആരെയെങ്കിലും കരുതേക്കാനോ അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്നതാണെങ്കിൽ അതിനൊരു ഇൻബിൽറ്റ് മെക്കാനിസം പോലെ നമുക്ക് നിയമങ്ങളുണ്ട്, ആ നിയമത്തിൻ്റെ വഴികൾ തേടാം. പക്ഷെ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു, പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നിരപരാധികൾ അതിൽ പങ്കാളികളാകുന്ന അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട് എന്ന സത്യം നിയമത്തിന്റെ ഒരു പരിമിതിയായിട്ടാണ് ഞാൻ കാണുന്നത്. മറിച്ച് പത്രപ്രവർത്തന രംഗത്ത് പത്രപ്രവർത്തകരുടെയോ പത്രപ്രവർത്തന മാധ്യമങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെയോ ദുരുപയോഗമായി അതിനെ കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു പത്രപ്രവർത്തനം നമുക്ക് നടത്താനും കഴിയില്ല. ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണം ജനങ്ങളുടെ
മാധ്യമങ്ങളുടെ മുമ്പിൽ വെക്കുക. പക്ഷെ ആരോപണത്തിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ മാധ്യമങ്ങൾക്ക് അവകാശവുമില്ല, അധികാരവുമില്ല. അവർ പറയുന്നത് ഇങ്ങനെ കത്തുണ്ട്, ഈ കത്തിൽ ഇങ്ങനെ പറയുന്നു, അത് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കാൻ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥതയുണ്ട്, അന്വേഷണ സംവിധാനമുണ്ട്, അവരിലേക്ക് വിടുന്നു. പക്ഷേ അവിടെ ചില വ്യക്തികൾ മനഃപൂർവ്വം വ്യക്തിഹത്യ നടത്തി അവരെ സമൂഹത്തിന് മുമ്പിൽ അവരെ എഴുത്തി കാണിക്കുന്നുവെങ്കിൽ മുഖ്യമന്ത്രി ചെയ്തതുപോലെ അല്ലെങ്കിൽ ഇത്രയും നേരം കൈരളി എടുത്ത നിലപാട്, കൈരളി അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്ന സംശയമാണ് കൈരളിക്ക് ഉള്ളത്. ഇവിടെ ഇപ്പോഴും ഈ മാനനഷ്ട കേസ് കൊടുത്തപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ അതിൻ്റെ സന്ദർഭങ്ങളും അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളും നൽകാൻ പറ്റാതെയാണ് ഈ ഹർജി ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ള നിലയ്ക്ക് കാണേണ്ടി വരുമ്പോൾ നേരത്തെ ഡീൻ ഉന്നയിച്ച പല വാദങ്ങളെയും മാധ്യമ പ്രവർത്തകർ ഇടതുപക്ഷവുമായി സഹകരിക്കുന്നു എന്നുള്ള കാര്യം അത് മറുഭാഗത്തും ചൂണ്ടിക്കാട്ടാനുണ്ട് എന്ന് ബിട്ടാസ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. ഈ സോളാർ കേസിൽ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടുള്ള പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി ഒരു നിലപാടും എടുക്കാതെ, കേസ് കൊടുക്കാതെ, കേസ് ചാർജ് ചെയ്യാതെ ഇതിൽ മാത്രം ഒരു മാനനഷ്ട കേസ് കൊടുത്തത് അതിലെ ഒരു താല്പര്യത്തിൻ്റെ കൂടുതൽ എന്താണ് എന്നുള്ളത്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ എന്താണ് എന്നൊക്കെ ഉള്ളത് ഈ കേസിൻ്റെ താല്പര്യം എത്രത്തോളമാണ് എന്ന സംശയം ജനിപ്പിക്കുന്നുണ്ട് ഡീൻ. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജുഡീഷ്യൽ എൻക്വയറി ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴും ഒരു ഘട്ടത്തിൽ പോലും പ്രധാന പ്രതിയായിട്ടുള്ള സരിത നായർ ജുഡീഷ്യൽ കമ്മീഷനിൽ പോലും പറയാത്ത കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം 2 മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ ഉള്ള രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യുകയും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ വിഷയം സജീവ ചർച്ചയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു എന്നതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഒന്ന്, മറ്റു ഭാഗങ്ങൾ മുഖ്യമന്ത്രി കേസ് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നത് തീർത്തും അപക്വമായ വാദഗതിയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പ്രത്യേകം എടുത്ത നിലപാട് മുഖേന അതിനപ്പുറം ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസിൽ സരിതാ നായർ കുറ്റവാളിയായതും ജുഡീഷ്യൽ എൻക്വയറി അത് മുൻപോട്ട് പോകുന്നതും അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളതും. ഈ കത്തിൽ മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ ഈ ഹർജിയിൽ പറയുന്നതനുസരിച്ച് കത്തിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് ഈ അപഹാസ്യമാക്കുന്ന രീതിയിൽ വരുന്നത്. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്, പൊതുഖജനാവുമായി ബന്ധപ്പെട്ട നഷ്ടമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ നേരത്തെയുള്ള കാര്യങ്ങളാണ്. ഇവിടെ നേരത്തെ പലരും ചൂണ്ടിക്കാട്ടിയതാണ്. ഈ ഗൂഢാലോചനയാണെങ്കിൽ എന്തുകൊണ്ട് KPCCയുമായി ബന്ധപ്പെട്ട ആളുകൾ പോലും സരിതയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംസാരങ്ങൾ നടത്തിയിരിക്കുന്നു. അതല്ലേ യഥാർത്ഥ ഗൂഢാലോചനയായി ആദ്യം കണ്ട് കേസെടുത്ത് പോകേണ്ടത്, സരിതയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ. ഡീൻ, അപമാനകരമാകുന്ന വിധത്തിൽ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം ലജ്ജാകരമായ ഒരു സ്ഥിതിവിശേഷം കൊണ്ടുവരുന്നതിൽ ചില മാധ്യമങ്ങൾക്ക് പങ്കുണ്ട്. ഞാൻ വളരെ പച്ചയായി പറയുകയാണ്. കാരണം അങ്ങനെയാണെങ്കിൽ മറ്റു ചാനലുകളൊന്നും ഇത് പ്രസിദ്ധീകരിച്ചില്ലല്ലോ. ഈ അവസാനം പറയുന്ന കത്ത്, ആ കത്തിന്റെ ആധികാരികതയെ സംബന്ധിച്ച് പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു ചാനലുകളൊന്നും പ്രസിദ്ധീകരിച്ചില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ആധികാരികമല്ലാത്ത വിധത്തിൽ ഇവിടെ ഒരു മുന്നണിക്ക് വേണ്ടി, ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് പച്ചയായി പറഞ്ഞാൽ മലയാളികൾക്കെല്ലാം അത് മനസ്സിലായിട്ടുമുണ്ട്. അതല്ലാതെ ജോൺ ബിട്ടാസ്, നമുക്ക് അവസാനത്തെ 30 സെക്കൻഡ് മാത്രമാണ് ഈ ചർച്ചയിലുള്ളത്. അത് മനസ്സിലാക്കി താങ്കൾ ഇടതുമുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ച ചാനൽ എന്ന് പറഞ്ഞാൽ ഡീൻ ഇത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതെ, ഞാൻ ഡീനിന്റെ കേട്ടുന്നത് കാരണം വെച്ചാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഡീനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഇതെങ്ങനെ പറയാൻ പറ്റുള്ളൂ. വെച്ചാൽ ഡീനിന് നമുക്കൊരു എന്താ പറയണ്ട ഒരു മാർജിൻ കൊടുക്കണം. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, അതായത് പണ്ട് ഈ പറഞ്ഞ സോളാറുമായിട്ട് ബന്ധപ്പെട്ട ഓരോ നാൾവഴികളിലും ഓരോ ചാനലുകളും മാധ്യമങ്ങളും പുറത്തു കൊണ്ടുവന്ന സംഭവങ്ങൾ വന്ന സമയത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ വളരെ വ്യക്തമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യം ഈ സോളാർ ഇഷ്യൂ വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ ഓഫീസിൽ ആരുമായിട്ട് ബന്ധമില്ല. അതിനുശേഷമാണ് ജോപ്പൻ ജിക്കു സലിംരാജ് വന്നു. അത് കഴിഞ്ഞവർ എനിക്ക് ആ സ്ത്രീ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് കൈരളി TV കടപ്ലാമറ്റത്ത് മുഖ്യമന്ത്രിയും സരിതയും കൂടി ഇരിക്കുന്ന, അതായത് മുഖ്യമന്ത്രിയുടെ കാതിൽ മന്ത്രിക്കുന്ന സരിതയുടെ പടം കൊടുത്ത്. അപ്പോൾ എന്നെ KC ജോസഫ് എന്ന PRDയുടെ മന്ത്രി, ഇന്നത്തെ മന്ത്രി,
എന്നെ വിളിച്ച് പറഞ്ഞു ബ്രിട്ടാസെ അത് തെറ്റായിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയായ വാർത്തയാണ്, ഒരു കാര്യം ചെയ്യും മിനിസ്റ്റർ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊരു നടപടിയെടുക്കൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അവർ അംഗീകരിച്ചു, അത് ശരിയായിരുന്നു, ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയുടെ കാതിൽ മന്ത്രിക്കാം. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം ഒന്ന് ഇടപെടുകയാണ്. പക്ഷെ ഒറ്റ ചോദ്യം 10 സെക്കൻഡിൽ പറഞ്ഞാൽ, ഈ പറയുന്ന കേസ് കൊണ്ടും മാനനഷ്ട കേസുമായി മുന്നോട്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെങ്കിലും പോയാൽ പോലും കൈരളി ഇതുവരെ തുടർന്നിരുന്ന ആ ഒരു കർത്തവ്യ നിരതയിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇതൊരു താക്കീതായി കണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടോ? ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നു, അതായത് മുഖ്യമന്ത്രി കൂടെയുള്ള ആൾക്കാരെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്ത, അല്ലെങ്കിൽ ജനങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു ചെപ്പടി വിദ്യ മാത്രമാണ്. 2, ഇതിലൂടെ ഒരു ഭീഷണിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റിയെന്നും ഞങ്ങൾ അചഞ്ചലമായി ഇക്കാര്യത്തിൽ ഏത് അഴിമതിയുടെ കാര്യത്തിൽ നിലയുറപ്പിക്കുന്ന പോലെ ഇക്കാര്യത്തിൽ നിലയുറപ്പിക്കുമെന്ന് അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ വക്താക്കളോടും പറയാൻ. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഡീൻ കുര്യാക്കോസ്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ശ്രീ എ സജീവൻ, ശ്രീ ജെ അജിത് കുമാർ, ശ്രീ ജോൺ ബ്രിട്ടാസ്. സമയപരിമിതി കൊണ്ട് മാത്രമാണ് അതിഥികളിലേക്ക് വീണ്ടും എത്താൻ പറ്റാതെ പോയത്. കടുത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴ. തെക്കൻ കേരളത്തിൽ പലയിടത്തും ശക്തമായ മഴ ലഭിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ മഴ പെയ്തു. കാക്കനാട്ടെ കെമിക്കൽ ലബോറട്ടറിക്കെതിരെ കേസെടുക്കണമെന്ന് DGP സെൻകുമാർ. കലാഭവൻ മണിയുടെ രാസപരിശോധനാ ഫലം ലാബിലുള്ളവരാണ് മാധ്യമങ്ങൾക്ക് നൽകിയതെന്നും അന്വേഷണത്തെ ബാധിച്ചുവെന്നും DGP പറഞ്ഞു. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.